2007 രാംപൂർ CRPF ക്യാമ്പ് ആക്രമണ കേസിൽ പാക് പൗരന്മാരുൾപ്പെടെ 4 പേരുടെ വധശിക്ഷ അലഹബാദ് ഹൈക്കോടതി റദ്ദാക്കി. അന്വേഷണത്തിലെ പോരായ്മ ചൂണ്ടിക്കാട്ടിയാണ് നടപടി. ഡി ധനസുമോദ് വിവരങ്ങൾ നൽകും. ധനസുമോദ്, ഇപ്പോൾ ഈ വധശിക്ഷ റദ്ദാക്കിയ കോടതിയുടെ നടപടി, അതിൽ കോടതി എന്താണ് വിശദീകരിക്കുന്നത്? അന്വേഷണത്തിലെ പോരായ്മകളാണോ ചൂണ്ടിക്കാട്ടുന്നത്? സൈഫു ജിൽസി, ഇതിൽ പ്രധാനമായും ഈ 2007 ഡിസംബർ 31 ഇന്ത്യയെ നടുക്കിയ ആക്രമണം നടന്നത്. ഇതിൽ ഇപ്പോൾ ഹൈക്കോടതിയുടെ അലഹബാദ് ഹൈക്കോടതിയുടെ വിധിയാണ് വന്നിരിക്കുന്നത്. അതായത് നേരത്തെ വിചാരണ കോടതി 4 പേർക്ക് വധശിക്ഷയും ജീവപര്യന്തവും ഉൾപ്പെടെയുള്ള വിധിച്ചിരുന്നു. ചില സംശയത്തിന്റെ ആനുകൂല്യം നൽകി ചിലർ വിട്ടയക്കുകയും ചെയ്തിരുന്നു. പക്ഷെ അന്ന് 2 കേസുകളാണ് പ്രധാനമായിട്ട് എടുത്തിരുന്നത്. ഒന്ന്, ഈ നേരിട്ടെത്തി ഈ ക്യാമ്പ് ആക്രമിക്കുകയും ജവാന്മാരെ കൊലപ്പെടുത്തുകയും ചെയ്ത കേസ്. രണ്ടാമത്, ആയുധം കൈവച്ചു എന്നുള്ള ഒരു കേസുമായിരുന്നു എടുത്തിരുന്നത്. പക്ഷേ ഈ ആദ്യത്തെ കേസിൽ ഒരു സംശയരഹിതമായി തെളിയിക്കാൻ പ്രോസിക്യൂഷന് കഴിഞ്ഞിട്ടില്ല എന്നുള്ളൊരു കാര്യമാണ് ഇപ്പോൾ കോടതി ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് വിചാരണ കോടതി വധശിക്ഷയ്ക്ക് വിധിച്ച പാക് പൗരനെ അടക്കം ഇപ്പോൾ ആ കേസിൽ നിന്ന് കുറ്റമുക്തരാക്കിയിരിക്കുന്നത്, അവരെ വെറുതെ വിട്ടിരിക്കുന്നത്. പക്ഷേ അതേസമയം തന്നെ ഈ ആയുധം കൈവശം വെച്ചു എന്നുള്ള ഒരു പ്രശ്നമുണ്ട്. ആ ഒരു കേസെടുത്തിരുന്നു. അവരിൽ നിന്ന് തോക്കുകൾ ഉൾപ്പെടെയുള്ളവ കണ്ടെത്തിയിരുന്നു. അതിൻ്റെ ഒരു സാഹചര്യത്തിൽ അതിൽ കൃത്യമായിട്ട് തന്നെയാണ് പോലീസ് നടപടികൾ ചെയ്തിരിക്കുന്നത്. മാത്രമല്ല അത് കൃത്യമായി തെളിയിക്കാനും കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് അവരെ അതിന് ശിക്ഷിക്കുകയാണ്. മാത്രമല്ല ഇപ്പോൾ തന്നെ വിചാരണ കാലയളവിൽ തന്നെ 10 വർഷത്തോളം തടവ് ശിക്ഷ അനുഭവിച്ചു കഴിഞ്ഞു. ബറേലി ജയിലിലാണുള്ളത്. അതുകൊണ്ട് ഇനി അവർ കൂടുതൽ തടവ് ശിക്ഷ അനുഭവിക്കേണ്ട കാര്യം പോലും ഇല്ല എന്ന രീതിയിലേക്ക് കാര്യം എത്തിയിരിക്കുകയാണ്. പ്രോസിക്യൂഷൻ പരാജയപ്പെട്ടു എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ പ്രധാനമായും അലഹബാദ് ഹൈക്കോടതി ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്. ഇനി ഈ പ്രതികൾ ഇതിനെതിരെ ഒരു അപ്പീലുമായി UP സർക്കാർ സുപ്രീം കോടതിയിലേക്ക് പോകാനുള്ള ഒരു സാധ്യത തന്നെയാണ് കാണുന്നത്.